നാണവും മാനവും ഉളുപ്പുമില്ലാത്തവരെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ജാതി തൊട്ടിയെ നോക്കി നിയമസഭയിൽ ഇന്നിപ്പോ ആ പീഡന വീരൻ ഒരു ഉളുപ്പുമില്ലാതെ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഈ നാട്ടിലെ നികുതിപ്പണം ഒപ്പിട്ട് വാങ്ങിക്കൊണ്ടുപോയി പുട്ടടിക്കാനും അവന്റെ ഞരമ്പൻ പ്രവർത്തനത്തിനും പണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ നാട്ടിലെ ജനങ്ങളുടെ കഷ്ടപ്പെട്ട വിയർപ്പോഹരിയിൽ നിന്ന് ഒരു മനുഷ്യനെതിരെ ഉയർന്നു വരുന്ന ആരോപണമുണ്ട്, തെളിവടക്കം, അതും പെണ്ണുകേസ്. ഗോവിന്ദച്ചാമി പോലും ഈ അടുത്ത കാലത്ത് ജയിലിൽ ചാടിയതിനു ശേഷം തലയിൽ ഒരു ഭാണ്ഡക്കെട്ടൊക്കെ വെച്ച് ആളറിയാത്ത രീതിയിലാണ് നടന്നത്. ഇത് നോക്കിയേ, കേരള രാഷ്ട്രീയത്തിലെ ഗോവിന്ദച്ചാമിയുടെ ഉളുപ്പില്ലായ്മ. അന്തസ്സും അഭിമാനവും മനുഷ്യനുമാണെങ്കിൽ ഇവൻ ഈ പണിക്ക് ഇറങ്ങില്ലായിരുന്നു. കാര്യം ഇത്രയും വലിയ ആരോപണങ്ങൾ അത് ഏതൊരു വ്യക്തിക്ക് നേരെ ഉയർന്നു വന്നാലായിക്കോട്ടെ, ചിലപ്പോൾ ചിലർ അതിജീവിക്കാൻ വലിയ പ്രയാസപ്പെടും. എന്നാൽ കോൺഗ്രസിലെ പുതുതലമുറയിലുള്ളവർ രണ്ടോളം പെൺകുട്ടികളെ ഗർഭഛിദ്രം നടത്തി ഒരു അവന്തിക എന്ന ട്രാൻസ്ജെൻഡറെ ബംഗളൂരുവിൽ കൊണ്ടുപോയി റേപ്പ് ചെയ്യണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചവൻ, മറ്റ് നിരവധി പെൺകുട്ടികളോട് ഞരമ്പത്തരം മെസ്സേജ് അയച്ചവൻ ഒരു ഉളുപ്പുമില്ലാതെ ഇന്ന് സഭയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് അതിൽ നിന്ന് തിരിച്ചറിയേണ്ടത്? എന്ത് തെമ്മാടിത്തരവും എന്ത് തെണ്ടിത്തരവും കാണിച്ചാലും ഈ നാട്ടിലെ ജനങ്ങളെല്ലാം എനിക്ക് വെറും തൈരാണ്. അവന്മാരുടെ മുന്നിലൂടെ ഞാൻ ഇങ്ങനെ ഇറങ്ങി നടക്കും. അടൂരിലെ വീട്ടിൽ കഴിഞ്ഞ 26 ദിവസമായി പതുങ്ങി കഴിയുകയായിരുന്നു. പുലർച്ചെ അവിടെ നിന്ന് മുങ്ങി നേരെ യൂത്ത് കോൺഗ്രസ്സുകാരന്മാരുടെ വീട്ടിൽ പതുങ്ങിയിരുന്നതിന് ശേഷം മറ്റാരുടെയോ കാറിലാണ് നിയമസഭാ നടപടികൾ ആരംഭിച്ചതിന് ശേഷം പാത്തും പതുങ്ങിയും അവിടെ വന്നത്. കാര്യം അകത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ സുരക്ഷയുണ്ടല്ലോ, MLA എന്നുള്ളൊരു പ്രിവിലേജ് ഉണ്ടല്ലോ. എന്നിരുന്നാലും ആൾക്കാരുടെ ഇടയിലൊക്കെ വരുമ്പോൾ അവരുടെ മുഖത്ത് നോക്കാൻ പോലും ഒരു ഉളുപ്പുമില്ലാതെ, അവരെ ഫേസ് ചെയ്യാൻ ഒട്ടും അറപ്പില്ലാതെ ഇങ്ങനെ മാന്യനായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇവൻ ചില്ലറ ഫ്രോഡല്ല. പുറത്തിറങ്ങി നടക്കാൻ വേണ്ടിയുള്ള അവസരം കാത്തിരിക്കുകയായിരുന്നു. അതിനുവേണ്ടി സഹതാപം സൃഷ്ടിക്കാൻ പല ഓൺലൈൻ മഞ്ഞ മീഡിയകൾക്ക് പെയ്ഡ് പ്രൊമോഷൻ നടത്തി. അമ്മയുടെ ഫോട്ടോ വെച്ച് ഈ മകന്റെയും അമ്മയും സ്നേഹിക്കുന്നവരാരാണ്? രാഹുൽ ഈശ്വർമാരെ പോലുള്ള സവർണ ഞരൻപന്മാരെ വൈറ്റ് വാഷ് ചെയ്യുന്ന നാവൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ട്രോമ കഥയൊക്കെ ഇറക്കിയതിന് ശേഷം പുറത്തേക്ക് വരുമ്പോൾ ഇവന് എവിടെയായിരുന്നു ട്രോമ? അവന്റെ ആ ഓഡിയോ മിക്കവാറും രാഹുൽ ഈശ്വറിന്റെ കുടുംബത്തിലുള്ള ആരെടുത്തെങ്കിലും ട്രോമ തീർത്ത സ്വരമാണോ ആ കേട്ടതെന്ന സംശയവും ഉണ്ടാവുകയാണ്. എന്തായാലും ഇന്ന് നിയമസഭയിലേക്ക് സ്വന്തം സ്വഭാവത്തിനനുസരിച്ചുള്ള കളർ ഷർട്ട്, അതായത് നീല, മൊത്തത്തിൽ ബ്ലൂ ആണല്ലോ, അത് ധരിച്ച് വരാനുള്ള ആ മാനസികാവസ്ഥ അത് നാട്ടുകാർ കാണണം. ഇങ്ങനെയുള്ള കാപാലികന്മാരെ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ നികുതിപ്പണം എടുത്ത് അവനെയൊക്കെ തീറ്റിപ്പോറ്റേണ്ടതുണ്ടോ എന്നതിനെ സംബന്ധിച്ചും ജനം ചർച്ച ചെയ്യേണ്ട സന്ദർഭമാണ്. ഒരു കാരണവശാലും ജനപ്രതിനിധിയായിട്ട് തുടരാൻ യോഗ്യതയില്ലാത്ത വ്യക്തി. തെളിവുകൾ പലതും പുറത്തു വന്നു. പെൺകുട്ടികളെ മാനസികമായി സമ്മർദ്ദപ്പെടുത്തി പരാതി കൊടുത്തില്ല എന്ന ഒറ്റ കാരണത്താൽ പിടിച്ചു നിൽക്കുന്ന വ്യക്തി ഇന്നിപ്പോ ഉളുപ്പില്ലാതെ ഈ രീതിയിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രീയത്തിലേക്കുള്ള തൻ്റെ റീ എൻട്രിക്കുള്ള അവസരമാക്കി മാറ്റുകയാണ്. പക്ഷേ നേരെ ചൊവ്വേ അങ്ങ് റീ എൻട്രി നടത്തിക്കളയാമെന്ന് മാങ്ങാണ്ടി കരുതണ്ട. ഈ നാടിൻ്റെ പേര് കേരളമാണ്. അത് വൈകാതെ മാങ്ങാണ്ടി തിരിച്ചറിയാൻ ഇരിക്കുന്നതേ ഉള്ളൂ.